പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഓണക്കാലം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. ജാതി മതഭേദമന്യേ കേരളീയർ ഒന്നാകെ ആഘോഷിക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ്, ഒന്ന് വിഷുവും മറ്റേത് ഓണവും. ആദ്യത്തേത് ഒരു കാർഷിക ഉത്സവമാണ് എങ്കിൽ രണ്ടാമത്തേത് ഒരു വസന്തോത്സവമാണ്. മാസങ്ങളായി വരണ്ട് കിടക്കുന്ന ഭൂമിയെ മഴ കൊണ്ട് പ്രകൃതി തണുപ്പിക്കുമ്പോൾ ആ ഊഷരതയിലേക്ക് വിത്ത് ഇറക്കുന്നതിനായി കർഷകർ കാർഷികോപകരണങ്ങളുമായി തപ്പും തൊടിത്താളവുമായി ആർത്ത് ഉലച്ചെത്തുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് വിഷു എന്ന് പറയുന്നത്. അതേസമയം ആ നെൽപ്പാടങ്ങളിൽ നിന്നും കൊയ്തെടുത്തതായ നെൽവിത്തുകൾ തങ്ങളുടെ കളപ്പുരകളെ നിറച്ചുകൊണ്ട് മനസ്സും ഹൃദയവും സന്തോഷത്താൽ മനുഷ്യൻ ആഘോഷിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് കാർഷികോത്സവങ്ങളും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൃഹാതുരത്വം ഉണർത്തുന്നവയാണ്. അതോടൊപ്പം തന്നെ ഈ ഓണത്തോടൊപ്പം മറ്റൊരു ഐതിഹ്യവും ഒരു മേമ്പടിയായി നാം ചേർത്ത് സ്മരിക്കാറുണ്ട്. പണ്ടുകാലത്ത് കള്ളപ്പറയും ചെറുനാഴിയും വളരെ വ്യാപകമായിരുന്നു. കള്ളപ്പറ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കിയാൽ ഒരേ വലിപ്പമാണ് എങ്കിൽ കൂടിയും അതിൻ്റെ ആഴത്തിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. അളന്ന് എടുക്കുന്നതിന് ആഴം കൂടിയതായ പറയും അളന്ന് കൊടുക്കുന്നതിന് ആഴം കുറഞ്ഞ പറയും ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു. അത്തരം ഭേദങ്ങളിൽ നിന്നും തുല്യതയുടെ ഒരു അളവുകോൽ സൃഷ്ടിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു മഹാബലി. കള്ളപ്പറയും ചെറുനാഴിയും ഒഴിവാക്കി എല്ലാവർക്കും തുല്യതയുടെ ഒരേ അളവുകോൽ നൽകിയതായ ആ ചക്രവർത്തിയെ സമീപിച്ചത് പക്ഷേ അതുല്യതയുടെ മറ്റൊരു അളവുകോലുമായി വാമനൻ എന്ന ഒരു കുറുകിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ് മാത്രമായിരുന്നു. മഹാബലി നൽകാമെന്ന് സമ്മതിച്ചതും അതുതന്നെയാണ്. പക്ഷേ അവരുടെ ഇടയിൽ ഒരു കൺസെൻസസ് ഐഡം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3ാമത്തെ അടിക്ക് മണ്ണ് കണ്ടെത്താതായപ്പോൾ ആ ചക്രവർത്തിക്ക് തൻ്റെ ശിരസ് നമിക്കേണ്ടതായും അങ്ങനെ പാതാളത്തിലേക്ക് പോകേണ്ടതായും വന്നു എന്നുള്ളതായ ഒരു വാഗ്മയ ചിത്രം ഓണത്തോടൊപ്പം നാം ചേർത്ത് വായിക്കാറുണ്ട്. അങ്ങനെ ധർമ്മിഷ്ഠനായ ആ ചക്രവർത്തി അധർമ്മത്തിൻ്റെ ചവിട്ടേറ്റ് പാതാളത്തിലേക്ക് പോകുമ്പോൾ നാം ഇന്ന് മാതൃകയാക്കുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ്. കള്ളപ്പറയ്ക്ക് പകരം ഇന്ന് കള്ളക്കടത്തും കള്ളനോട്ടും കള്ളപ്പണവും വ്യാപകമായി നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്നു. മഹാബലിയുടെ ധർമ്മിഷ്ഠതയ്ക്ക് പകരം വാമനൻ്റെ ആ ഒരു അനീതി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ന് സമൂഹം ഒന്നാകെ ശ്രമിക്കുന്നത്. നമ്മുടെ പത്രമാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ മനുഷ്യൻ്റെ വൈകല്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ നെഗറ്റിവിറ്റികളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ വാർത്തകളും അതല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമുകളും ഉണ്ടാക്കുന്നത്. ബാർക്ക് റേറ്റുകളെ മാത്രം ആധാരമാക്കി ഇന്ന് വാർത്തകൾ ഫോക്കസ് ചെയ്യപ്പെടുകയും വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ 10 മടങ്ങ് ദോഷേക ദൃക്കുകളാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ വാഴുന്നത്. ബ്ലോഗർമാർ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നെഗറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രം റൂമുകൾ സെറ്റ് ചെയ്ത് മനുഷ്യൻ്റെ ബലഹീനതയെയും അതല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ പണം കണ്ടെത്തുന്നതിനുള്ളതായ ഒരു പ്രവണത ഇന്ന് നാടെങ്ങും നാം കണ്ടുവരികയാണ്. എങ്ങനെ വളരെയധികം ഹെയ്റ്റേഴ്സിനെ സമ്പാദിക്കാം എന്നാണ് അവരുടെ ലക്ഷ്യം. തങ്ങൾ ഇടുന്നതായ പോസ്റ്റുകൾക്ക് കീഴെ എത്രയധികം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അത്രയധികം റീച്ച് അതിന് കിട്ടുന്നു. അതിലൂടെ സമ്പാദിക്കുന്ന പണം ആണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റീലുകൾക്ക് അവർ ആശ്രയിക്കുന്നത്
അക്രമ പ്രവർത്തികൾ, അശ്ലീലമായ രംഗങ്ങൾ, വയലൻസ്, മനുഷ്യൻ്റെ പ്രൈവറ്റ് ജീവിതത്തിലേക്കുള്ളതായ ഒളിഞ്ഞുനോട്ടം, ഈ കാര്യങ്ങളിലൂടെ മറ്റ് മനുഷ്യരെ എങ്ങനെ അവരുടെ റീലുകളിലേക്കും അവരുടെ സ്റ്റോറി ബുക്കിലേക്കും ആകർഷിക്കാമെന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ്റെ നീതിബോധം, അതല്ലെങ്കിൽ അവൻ്റെ ധർമ്മിഷ്ഠത, ഹ്യൂമൻ വാല്യൂസ്, അവയൊന്നുമല്ല നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിന് പകരം മനുഷ്യൻ്റെ അക്രമവാസനയും അതല്ലെങ്കിൽ വയലൻസിനോടുള്ളതായ അഭിനിവേശവുമാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ മാനസികമായി ഒരു വാമനത്വത്തിൻ്റെ അധീനതയിൽ അകപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആവിർഭാവത്തോടുകൂടി നാം എന്ത് കാണണം, എന്ത് കാണരുത് എന്ന് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളാണ്. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി എന്ത് ചിന്തിക്കണം എന്നുകൂടി അവർ നിശ്ചയിക്കുന്നതോടെ തികച്ചും വാമനന്മാരായിട്ട് ഈ മനുഷ്യ സമൂഹം മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഓണക്കാലത്ത് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ധാർമ്മിക മൂല്യവും ഹ്യൂമൻ വാല്യൂസും തിരിച്ചു പിടിക്കുകയും നൈതികതയുള്ളതായ പച്ച മനുഷ്യരായിട്ട് നാം മാറുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു കാലഘട്ടം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് യത്നിക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.